പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. തുടർക്കഥകളാകുന്ന വന്യജീവി ആക്രമണങ്ങൾ മൂലം ഈ കേരള ജനത പൊറുതിമുട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും പല ഒരു ഗവൺമെൻറ്റിനോട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അനുദിനം ഈ വന്യജീവി ഭീഷണി ക്രമാതീതമായി ഉയരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഉദാഹരണത്തിന്, ഇന്നലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിട്ടി എന്ന പ്രദേശത്തിനടുത്തുള്ള കാക്കയങ്ങാട് ടൗണിൽ പുലിയിറങ്ങി. പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ കൃഷിയിടത്തിൽ, ജനവാസ മേഖലയിലുള്ള കൃഷിയിടത്തിൽ ഈ പുലി വന്ന് കെണിയിൽ കുടുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രമാധ്യമത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഈ പുലിയുടെ ദേഹത്ത് കുരുങ്ങിയ എന്തോ കമ്പി അവിടെയുള്ള ഒരു കുറ്റിയിൽ കുടുങ്ങിയാണ് ഈ പുലി ഈ കർഷകൻ്റെ കൃഷിയിടത്തിൽ കുടുങ്ങിക്കിടന്നത് എന്ന്. അതിന് തൊട്ട് താഴെയായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കേസെടുക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തൊരു നീതിയാണ്? വന്യജീവിയെ വനത്തിൽ കയറി ആക്രമിച്ചും അതിനെതിരെ കേസെടുത്താൽ ഞങ്ങൾ കുറ്റം പറയുകയില്ല. പക്ഷേ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യജീവികൾ കടന്നു വരുമ്പോൾ അതിനെതിരെ കർഷകനെതിരെ കേസും കൂടി എടുക്കുന്നത് വലിയ ജനദ്രോഹപരമായ നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത്തരം ജനദ്രോഹ നടപടികൾ തുടർന്നാൽ ഈ കേരളം മുഴുവൻ വലിയ പ്രക്ഷോഭം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇവിടെ സാധാരണക്കാർക്കും കർഷകർക്കും ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഈ കേസെടുക്കേണ്ടത് സത്യത്തിലെ വനപാലകർക്കും വനം മന്ത്രിക്കുമെതിരായിട്ടാണ്. കാരണം വനത്തിൽ നിൽക്കേണ്ട വന്യജീവിയെ വനത്തിൽ നിന്ന് സംരക്ഷിക്കാതെ ജനവാസ മേഖലയിലേക്ക് ഇറക്കി വിട്ടതിനെതിരെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കി എന്ന പേരിൽ ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അതുമാത്രമല്ല, ഈ വനം വകുപ്പ് കൊണ്ടുവരുവാൻ പോകുന്ന പുതിയ വന നിയമ ഭേദഗതി കരട് ബില്ലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതൊരു കരി നിയമമാണെന്ന് ഇത് വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ ജനദ്രോഹപരമായ മാറ്റങ്ങളാണ് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വാച്ചർക്ക് പോലും ആരെയും എവിടെയും കടന്നു ചെന്ന് അറസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇവർ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നത്. വനത്തിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയിൽ നിന്ന് മീൻ പിടിച്ചാൽ അതുപോലും കേസാക്കാമെന്ന് പറയുമ്പോൾ ഇതെന്താ ഒരു വെള്ളരിക്കപ്പട്ടണമാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർന്നെണീക്കണം. ഇവിടുത്തെ പൗരന് ജീവിക്കുവാനുള്ള സ്ഥിതിവിശേഷം ഇവിടെ സംജാതമാക്കണം. വന്യജീവികളുടെ കിരാതമായ ആക്രമണത്തിൽ നിന്ന് ആന ചവിട്ടി എത്രയോ മനുഷ്യജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ഇതുവരെ ഈ വനം വകുപ്പ് മന്ത്രിക്ക് അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിരോധ നടപടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? കേരള ഗവൺമെന്റിനോട് സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്, അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്തൂ. സാധാരണക്കാരായ കർഷകർക്കെതിരെ അന്യായമായ കേസെടുക്കുന്ന കിരാത നടപടികൾ നിർത്തിവെക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്.